ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത്, പ്രത്യേകിച്ച് ലോങ് വീഡിയോ കുറേ ആയി ഇടാത്തത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നമ്മുടെ ഒരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ, ഇവിടെ പോയതെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതാ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കിനി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ആണെങ്കിൽ ഞാനിത് റിംഗ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചം ഭയങ്കര കുറവായിരിക്കും കേട്ടോ. ഇവിടെ കുട്ടികളുടെ ഉമ്മമാർക്കൊക്കെ അറിയാമല്ലോ, നമ്മളൊരു ദിവസം 2, 3, 4 പ്രാവശ്യം വീട് ക്ലീൻ ചെയ്താലും ഇടയ്ക്കൊക്കെ അവർ നമുക്കിങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ വന്ന് നോക്കുമ്പോൾ അളമാറൊക്കെ തുറന്നിട്ട് പിന്നാണെങ്കിൽ ബെഡിലില്ലാത്ത സാധനം കേട്ടോ, ഓരോ ടോയ്സും ബുക്സും അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള അതിൻ്റെ ഓരോ പാക്കറ്റും കാര്യങ്ങളൊക്കെ അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ആണെങ്കിൽ ഇതാ ഒരാളെ ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല ഫോണാണ്. ഹലോ ഹലോ ഞാൻ പരമാവധി അവർക്ക് ഫോൺ കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എന്നിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും എൻ്റെ ക്ലീനിങ് കഴിയുന്നവരെ കുറച്ച് നേരം ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ അതാ എനിക്ക് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഒരാൾ എനിക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. ഫ്ലോറിൽ ഫുള്ളായിട്ട് ചായപ്പൊടി വിതറിയിട്ടുണ്ട്. വേറെ നല്ല ആൾ ചായ കാച്ചതാണ്, ഈ ഇരിക്കുന്ന മഹാനാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഗ്യാസിലാണ് ചായ കാച്ചത്. അപ്പോൾ അതിന് എന്നോട് നല്ല ചീത്തൊക്കെ കിട്ടിയിട്ടുണ്ട്, ആൾക്ക് അടിയും കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ കാണാത്ത ടൈമിന് ഗ്യാസൊക്കെ കത്തിക്കാന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ അല്ലേ. അപ്പോൾ അതിനാൾക്ക് എന്നോട് കുറേ ചീത്തൊക്കെ കേട്ടോ. പക്ഷേ ആൾ എനിക്ക് ചായ കാച്ചിട്ട് മാറ്റി വെച്ചത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ തോന്നിയിട്ട്, എന്നാലും ഞാൻ ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്, ലീക്കായി പോകുന്നൊക്കെ. അങ്ങനെ എന്നെ കണ്ടപ്പോൾ പിന്നെയും ചായ കാച്ചാൻ വേണ്ടി പോയതാട്ടോ ഇപ്പോൾ കണ്ടത്. പക്ഷേ ഞാൻ ആളെ ഭീഷണിപ്പെടുത്തിയിട്ട് അത് അവിടെ തന്നെ എടുത്തെപ്പിച്ചു. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവൻ്റെ വേറെ ഒരു കലാപരിപാടി എന്ന് പറയുന്നത് ഇതാട്ടോ. ആദ്യത്തെ സ്കൂളിലത്തെ മദ്രസത്തൊക്കെ ഓരോ ടെക്സ്റ്റ് ബുക്കിലത്തെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് അതിങ്ങനെ ബുക്സിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാട്ടോ. പിന്നെ ക്യാമറ എങ്ങനെ ഓണാക്കി വെച്ചാൽ അതിൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഒരു തിരിച്ചിലും നടത്തും അങ്ങനെ കുറച്ച് കോമാളിക്കളിയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കതൊരു മനസ്സും കേട്ടോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് വർക്കിംഗ് സൂൺ. ഹലോ, ഈ ഒരു ബാസ്ക്കറ്റ് അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഡ്രസ്സ് ഇങ്ങനെ കുന്നു കൂടിയിട്ടിട്ട് ഇവിടെ അലക്കലൊന്നും ഇല്ലേന്ന്. അതൊന്നല്ല സംഭവം, ഇത് അലക്കിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ വാഷിംഗ് മെഷീനിലാട്ടോ അലക്കാറ് സാധാരണ. ഞാൻ ഷോപ്പിൽ പോയി വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു മഹരിബ് ആ ഒരു ടൈം അല്ലെങ്കിൽ ഒരു രാത്രി നൈറ്റിലൊക്കെയാണ് ഞാൻ അധികം അലക്കാറിരിക്കുക, അങ്ങനെ ടൈം കിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണങ്ങുന്നില്ല, അറിയാലോ എല്ലായിടത്തും നല്ല മഴയാണ്. അപ്പോൾ അറിയാലോ എല്ലാവർക്കും വയനാട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ ദിവസേന ഈ മഴ കൊണ്ട് ഉണ്ടാകുന്ന പല പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ കഴിയുന്നതും പുറത്ത് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ വയനാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നോ അതൊക്കെ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം പൈസ കൊണ്ടും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ വേറെ എങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ഉണക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് അയലുണ്ട്, ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് അയൽ കെട്ടിക്കണം. അപ്പോൾ അതിൽ കുറേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി അവിടെ കൊണ്ടുവിടാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടിട്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഇനി ചെയ്യണം. ഒന്നെങ്കിൽ ഇപ്പോൾ കൊലായിൽ ഇപ്പോൾ അയൽ കെട്ടിയാൽ ഫുള്ള് വൃത്തികേടാവും, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം. അത് കാരണം അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഒരു സ്മെല്ലൊക്കെ ആയിരിക്കുമല്ലോ. കാരണം അലക്കിയിട്ട ഡ്രസ്സ് നമ്മൾ പൊതുവെ ബാസ്ക്കറ്റിലെടുത്തുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ മഴക്കാലത്ത് നമുക്ക് അതല്ലാണ്ട് വേറൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇവിടെ ഓരോ മൊത്തത്തിൽ അലമ്പാക്കിയിട്ട് വരും ഞാൻ ഷോപ്പിൽ പോയി നിൽക്കുന്ന സമയം കൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. അപ്പം എൻ്റെ
ഒക്കെ തന്നിക്കാൻ പോയിട്ടോ, വേറെ ഇടയില്ല, നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കടയിലേക്കൊക്കെ പോയിട്ടോ, വേറെ നല്ലതൊക്കെ കുറച്ച് നേരം അവിടെ പോയിട്ട് കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പഴമൊക്കെ പൊരിച്ച് പൊരിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് തിന്ന്. അപ്പം ഇവരും തിന്നിട്ടോ, പഴം പൊരിച്ച തിന്നെന്ന് പറഞ്ഞാൽ കാലിയാക്കി തന്നെ പറയട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്ത സ്ഥിതിക്ക് അത് ഞാൻ കഴിക്കുന്നതും കൂടി നിങ്ങൾ കാണണ്ടേ. പക്ഷെ അതിനുള്ള ഗ്യാപ്പൊന്നും ഉണ്ടായില്ല. അതിന് മുന്നേ 3 ആളും അത് തകർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, എനിക്ക് ഈ പഴംപൊരി കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം പഴംപൊരിൻ്റെ മാവ് ഉണ്ടാവില്ല. പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മാവ് കിട്ടില്ല. അപ്പോൾ അത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്താലും അത് കഴിച്ചിട്ട് തൃപ്തി അടയാന്ന് ചോദിച്ചിട്ടോ. അതിൻ്റെ ഒരു കൃത്യത്തിൽ വരെ ഞാൻ എന്നോട് കഥ പറയാൻ പോയിട്ടോ. അപ്പം പോയപ്പോൾ എന്തുണ്ടായി എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നല്ലോണം പഴം പൊരിക്കാനിടയിൽ ചെയ്തിട്ട് കുറച്ച് ഇടയ്ക്കലോട് വർത്തമാനം പറയാൻ പോയിട്ടോ. അപ്പോൾ അതാ പഴംപൊരി ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇതിനിപ്പോൾ പട്ടിക്ക് പോലും തിന്നാൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വെറുതെ കളയല്ലാണ്ട് വേറൊരു വഴിയില്ല കേട്ടോ. കുട്ടികളൊക്കെ പഴംപൊരി കഴിച്ച്, അതുപോലെ ഉള്ള ഞാൻ 2 മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിത് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അത് നമ്മൾ മൈദപ്പൊടിൻ്റെ ആ മാവില്ലേ, പഴം മുക്കി പൊരിക്കുന്ന മാവ്, ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ചില ആൾക്കാർക്കൊക്കെ ഇത് ടേസ്റ്റ് ഇഷ്ടമാണെന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് കഴിക്കട്ടെ. പിന്നെ ഇതൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ചെറിയ ഈവനിങ് റൂട്ടീൻ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഷോപ്പിൽ നിന്ന് വരുമ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു റെഡിമെയ്ഡിൻ്റെ ഷോപ്പുണ്ട്. കട അല്ലാണ്ട് വേറൊരു റെഡിമെയ്ഡിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു 2 ആഴ്ചയുടെ മുകളിലായിട്ട് ഞാൻ പോകുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഇവിടുത്തെ പണി മോനുസേ ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവിടെ പോയി ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ വലിയ പണിയൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ അവിടെ ഇങ്ങനെ തുറന്നിടാനുണ്ട്, അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കാരണം ചേച്ചി ഇങ്ങനെ അവിടുത്തെ ഷോപ്പിൻ്റെ ഓണർ ഫീൽഡിൽ പോക്കാണ്. അപ്പം പിന്നെ മുപ്പത്തി അങ്ങനെ ഉണ്ടാവില്ല. അപ്പം എന്നോട് ജസ്റ്റ് നിന്നെടുക്കാൻ പറയുമ്പോൾ ഞാൻ ഒരു രാവിലെ ദിവസം വൈകുന്നേരം വരെ അവിടെ പോയിരിക്കും. ഇവിടുത്തെ പണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ പോയിരിക്കും കേട്ടോ. അപ്പോൾ വെറുതെ ഏതായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ പോയിരുന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും, പിന്നെ ടൈമും പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷമുള്ള ഒരു ഈവനിങ് റുട്ടീനാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈവനിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയട്ടോ, കറി അറിയരുത്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും പറയാം. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.